ദ വിച്ച്, ദ ലൈറ്റ് ഹൗസ് എന്നീ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള റോബർട്ട് എഗേഴ്സ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് നൊസ്ഫെറാട്ടു. 1922 ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ റീമേക്കാണിത്. 1922 ഇറങ്ങിയ ജർമ്മൻ സിനിമ ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുളയുടെ ഒരു അൺഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ആയിരുന്നു. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ മേക്കേഴ്സ് ചിലർ മാറ്റങ്ങൾ കഥയിൽ വരുത്തിയിരുന്നു. ഏതാണ്ട് 100 വർഷങ്ങൾക്കിപ്പുറം വരുന്ന റീമേക്കിലേക്ക് വരുമ്പോൾ ഒറിജിനലിൽ ഉണ്ടായിരുന്ന ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് എലമെന്റുകൾ എഗേഴ്സ് ഇതിലും അല്പം നിലനിർത്തിയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയും സിനിമയുടെ സ്റ്റേജിങ്ങും ക്ലാസിക്കൽ ഫിലിം മേക്കിങ്ങിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള നൊസ്ഫെറാട്ടു ജംസ്കെയറുകളുടെയും ക്യാരക്ടർ ഡ്രാമയുടെയും ഒരു ഗംഭീര ബ്ലെൻഡാണ്. എലൻ എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ടുള്ള തോമസ് ഹട്ടർ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി അയാളെ ഏൽപ്പിച്ച ഒരു പണി ഏറ്റെടുക്കുകയാണ്. കൗണ്ട് ഓർലോക്കിനെ അദ്ദേഹത്തിന്റെ മാൻഷനിൽ പോയി കണ്ട് വിസ്ബോഗിൽ ഒരു താമസ സ്ഥലം കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിക്കുക എന്നതാണ് ആ ടാസ്ക്. അങ്ങോട്ട് പോകണ്ട എന്ന് എലൻ പല ആവർത്തി പറഞ്ഞെങ്കിലും ഹട്ടർ അത് കേൾക്കാതെ അവിടെ പോവുകയും അവിടെ എത്തിയതിനു ശേഷം അതിഭീകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ഓർലോക്കും എലനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ആ ഒരു ബന്ധം എങ്ങനെയാണ് ഒരു പട്ടണത്തെ മുഴുവൻ ബാധിക്കുന്നത് എന്നൊക്കെയാണ് നൊസ്ഫെറാട്ടു എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡ്രാക്കുളയുടെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള അഡാപ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ കഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിനിമയെ പിടിച്ചിരുത്തുന്ന ഒന്നാക്കുന്ന 2 ഘടകങ്ങളിൽ ഒന്ന് ഇതിൽ വാമ്പയറും എലനും തമ്മിലുള്ള ഇക്വേഷനാണ്. രണ്ടാമത്തേത് സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജ്. എഗേഴ്സും ഛായാഗ്രാഹകൻ ജാറിൻ ബ്ലാഷ്കയും തിക് ബ്ലാക്കും സിലവറ്റും സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് ആ ഒരു ഭയപ്പെടുത്തുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കലായി വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള എലന്റെ അവസ്ഥ കഥയ്ക്ക് ഒരു ഡിസ്റ്റിങ്റ്റീവ് സ്വഭാവം കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു ത്യാഗത്തിന്റെ ആംഗിളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞ് കാര്യങ്ങളൊന്ന് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴാണ്. റെട്രോ ക്ലാസിക് ഫിലിം മേക്കിങ്ങിന്റെ ഒരു ചാം ഈ സിനിമയുടെ മേക്കിങ്ങിനുണ്ട്. വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈൻ വളരെ ഒത്തന്റിക് ആയിട്ട് ആ കാലഘട്ടത്തെ അവതരിപ്പിക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. എഗേഴ്സ് വിഷ്വൽ കൊറിയോഗ്രാഫിയിലൂടെയാണ് കാര്യങ്ങൾ പ്രേക്ഷകന് അൺപ്രഡിക്റ്റബിൾ ആക്കുന്നത്. ഓർലോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. സത്യം പറഞ്ഞാൽ ആ കഥാപാത്രത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഇല്ല. നമ്മൾ അയാളെ സിലബറ്റായും ചില ഷോട്ടുകളിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയും ഒക്കെയാണ് തുടക്കത്തിൽ കാണുന്നത്. ഇപ്പോൾ അയാളുടെ മുഖം കാണിക്കും എന്നുള്ള ആൻറ്റിസിപ്പേഷൻ സത്യം പറഞ്ഞാൽ വലിയ ജംസ്കെയറുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ പേടിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഹൊറർ സ്വഭാവം ശരിക്കും നമ്മൾ കാണുന്നത് ഒരു പ്ലേഗ് ആ നാടിനെ വിഴുങ്ങുന്ന കാഴ്ചയിലൂടെയാണ്. ശാസ്ത്രവും ഭൂതപ്രേത തിയറികളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പോലെ സിനിമയെ സെറ്റ് ചെയ്യാൻ ആ ഒരു ആംഗിൾ സഹായിക്കുന്നുണ്ട്. ഫെഡറിക്കിന്റെയും അന്നയുടെയും കുടുംബത്തിന് ഓർലോക്ക് കാരണം സംഭവിക്കുന്നത് സ്ഥിരം കാണുന്ന പ്രേതം കാരണം കിട്ടുന്ന ദുരന്തത്തെക്കാൾ ഭീകരമാണ്. ഓർലോക്കിന്റെ സിറ്റിയിലേക്കുള്ള എൻട്രി കാണിക്കുന്ന ഒരു ഏരിയൽ ഷോട്ട് ഉണ്ട്. ഗംഭീരമായ സ്മാർട്ടായ ഒരു വിഷ്വലൈസേഷൻ ആയിരുന്നു അത്. ലില്ലി റോസ് ഡെപ്പ് ആണ് ബാധകേറിയ എല്ലായ്പ്പോഴും ആങ്സൈറ്റിയിൽ നിൽക്കുന്ന എലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാപാത്രത്തിന്റെ ഡ്രമാറ്റിക് ആയിട്ടുള്ള പിച്ച് അവർ കംഫർട്ടബിൾ ആയിട്ട് ക്രാക്ക് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ അഭിമുഖീകരിക്കുന്ന സ്ഥായിയായ ദുഃഖം അവരുടെ കണ്ണുകളിൽ കാണാൻ പറ്റും. സിനിമയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എൻ്റെ അഭിപ്രായത്തിൽ നിക്കോളാസ് ഹോൾട്ടിൻ്റെ ആയിരുന്നു. കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പല ഇമോഷനുകളിലൂടെ കടന്നു പോകുന്ന തോമസിനെ വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഓർലോക്കിനെ കാണുന്ന ആദ്യ സീനുകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രം നമുക്ക് സിറ്റുവേഷന്റെ ഭീകരത മനസ്സിലാവും. പെന്നിവൈസ് എന്ന ക്യാരക്ടറിന് ശേഷം ബിൽ സ്കാർസ്ഗാർഡ് ചെയ്യുന്ന മറ്റൊരു പേടിപ്പെടുത്തുന്ന കഥാപാത്രമാണ് ഓർലോക്ക്. വിഷ്വലി ആളുകളെ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ച് പേടിപ്പിക്കുന്നതിനേക്കാൾ അയാളുടെ ഡയലോഗുകളും ബോഡി ലാംഗ്വേജും ഉപയോഗിച്ച് പേടിപ്പിക്കാനാണ് എഗേഴ്സിന് താല്പര്യം. പ്രോസ്തറ്റിക് മേക്കപ്പ് വിഭാഗത്തിന് ഒരുപക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അല്പം നിരാശ തോന്നിക്കാണും. കാരണം അവരുടെ വർക്ക് കാണാൻ ഏറെക്കുറെ പ്രേക്ഷകർ ക്ലൈമാക്സ് വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആറൺ ടൈലർ ജോൺസൺ, വില്യം ഡെഫോ, എമ്മ കോറിൻ ഇവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ജോണറിന്റെ റീ ഇമാജിനേഷനോ റീ ഇൻവെൻഷനോ ഒന്നും അല്ല നൊസ്ഫെറാട്ടു. സട്ടിലായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ കഥ പറച്ചിലിൽ വരുത്തിയാൽ ക്ലാസിക്കൽ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് എങ്ങനെ ഇന്നത്തെ പ്രേക്ഷകരെയും പിടിച്ചിരുത്തും എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത്. ഒരുപാട് രക്തവും വയലൻസും കാണിക്കുന്നതിന് പകരം വളരെ അറ്റ്മോസ്ഫറിക് ആയിട്ടുള്ള സ്റ്റേജിങ്ങിൽ സൈക്കോളജിക്കൽ ഹൊറർ പ്ലേസ് ചെയ്ത് പടം കഴിഞ്ഞാലും നമ്മൾ കഥാപാത്രങ്ങളെയും ആ ലോകത്തെയും ഓർത്തിരിക്കുന്ന രീതിയിൽ ഒരു സിനിമ ഒരുക്കുകയാണ് റോബർട്ട് എഗേഴ്സ് ഈ സിനിമയിലൂടെ ചെയ്തിട്ടുള്ളത്. ഇത്രയായിരുന്നു നൊസ്ഫെറാട്ടുവിനെ കുറിച്ചുള്ള റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.